ആ സംഘടന പൊളിക്കരുത്. എനിക്ക് പലതും പറയാനുണ്ട്, പക്ഷെ മൂടി വെച്ചിരിക്കുക. പലതും പറയാനുണ്ട്, പലതും. ഇത്രയും വർഷം കൊണ്ട് ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നാളേക്ക് വലിയൊരു പ്രശ്നമായി തീരും. പക്ഷെ എനിക്കൊരു ഒറ്റ അപേക്ഷയുള്ളൂ ഇവരോട് എല്ലാവരോടും പറയാൻ: ആ സംഘടന പൊളിക്കരുത്, ആ സംഘടന നിലനിർത്തണം. എനിക്ക് ആരെയും പേടിയില്ല. ഞാൻ അധ്വാനിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൊത്തം നിലനിൽപ്പാണ്, ഞങ്ങളുടെ മൊത്തം ആത്മാവാണത്. മനസ്സിലായില്ലേ? അതിനെ കളങ്കപ്പെടുത്താൻ ഇപ്പൊ കളങ്കപ്പെട്ടിട്ടില്ല, അത് വേറെ സത്യം. യുവാക്കൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്. യുവാക്കളായതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പൊ നേരത്തെ മമ്മൂട്ടി, മോഹൻലാല്, ഇന്നസെന്റ് ഒക്കെ യുവാക്കളായിരുന്നു. എന്ത് ഡീസന്റ് ആയിട്ടാണ് അമ്മ സംഘടന പോയത്. എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടായി? ഒരു കല്ലുകടിയില്ലായിരുന്നു. എന്തിനും ഒരു മര്യാദ വേണം, എന്തിനും ഒരു നേതൃത്വം വേണം, നേതൃഗുണം വേണം, അതിനൊരു ഗുണം വേണം. പൃഥ്വിരാജാണ് വരേണ്ടത്. കാരണം പൃഥ്വിരാജിന് ആരെയും പേടിയില്ല. പൃഥ്വിരാജ് എന്ത് വന്നാലും വളരെ പൃഥ്വിരാജ് തള്ളിപ്പൊളിച്ചങ്ങ് പറയും. ശരിക്ക് സത്യത്തിൽ ഒരു മന്ത്രിയായിട്ടല്ല തോന്നുന്നത്, എൻ്റെ മോനായിട്ടാണ് വി ഡി സതീശനെ തോന്നുന്നത്. സത്യമായിട്ട് ഒരു അമ്മയുടെ ഒരു തമിഴിലത്തെ ഒരു പാട്ട് കൂട്ടായിരുന്നു വി ഡി സതീശൻ എന്നെ ഒരു ചാനലിലിട്ടിട്ടും കണ്ടേന്. ഒരു പ്രശ്നങ്ങളില്ലെങ്കിൽ അവനത് അത് തീരുമാനാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒന്നുകിൽ പുള്ളിയുടെ അടുത്ത് അത് എത്തിയിട്ടില്ല, ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. പുള്ളി രാവ് പകല് ഉറക്കമൊഴിച്ചിട്ടാണെങ്കിലും ശരി, പുള്ളി ഏറ്റ കാര്യങ്ങൾ പുള്ളി ഏറ്റെടുക്കും. പുള്ളി നല്ല ഭരണം ഭരിക്കും. ജനിച്ചു വീണത് അരിവാളിലേക്കാണ്. എല്ലാവരും അതെ. ഞാൻ ഒരു വോട്ട് മാറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വി ഡി സതീശനേ ഉള്ളൂ. ഈ വീടിന് ജപ്തി വന്നു, വേറെ ആൾക്ക് ലോൺ എടുത്തു കൊടുത്തിട്ട്. അപ്പോൾ ജപ്തി വന്നപ്പോൾ ഞാൻ വി ഡി സതീശൻ്റെ അടുത്ത് ചെന്ന് അപ്പോൾ ഇങ്ങനത്തെ കാര്യമൊക്കെ എന്നോട് ഒന്ന് അറിയിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ. ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിങ്ങാട്സൻ ബറുവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സിനിമാ കമ്പനി. തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള കഴിവ് കൊണ്ട്, സ്വതസിദ്ധമായിട്ടുള്ള ശൈലി കൊണ്ട്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഓരോ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുന്ന ആ ഒരു രീതി കൊണ്ട് മലയാള പ്രേക്ഷക മനസ്സിൽ വളരെ പെട്ടെന്ന് ഇടം നേടിയ ഒരു വ്യക്തിത്വമാണ് ഇന്ന് എൻ്റെ മുന്നിലുള്ളത്. മലയാളത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട നടി ശ്രീമതി ലീല കുളപ്പുള്ളി. ലീല കുളപ്പുള്ളി എന്ന് കണ്ടിട്ടുണ്ട്, ഞാൻ കുളപ്പുള്ളി ലീല എന്ന് കണ്ടിട്ടുണ്ട്. രണ്ടിടത്ത് ഞാൻ ശ്രീ ലീല കുളപ്പുള്ളി എന്നാണ് കണ്ടിട്ടുള്ളത്. എന്താണ് ഈ കുളപ്പള്ളി? അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. കുളപ്പുള്ളി പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ അവിടെ കുറച്ചു നാൾ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തങ്കമണി ചേച്ചിട്ട പേരാണ് കുളപ്പുള്ളി ലീല എന്നത്. ഞാൻ റേഡിയോ ഓഡീഷന് പോയിട്ട് അവിടെ വന്നപ്പോൾ ഞാൻ ലീല കൃഷ്ണകുമാർ എന്നാണ് എഴുതി കൊടുത്തത്. പക്ഷെ ചേച്ചി ആ കൃഷ്ണകുമാറിനെ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ കുളപ്പുള്ളിയാക്കി. അതിപ്പോ ഒരു ഐശ്വര്യമായി വന്നു. അതെ അതെ അതെ, ആ ഒരു പേര് വ്യത്യസ്തതയുണ്ട് അല്ലേ? കുളപ്പുള്ളി ലീല എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സ്വഭാവ നടികൾക്കായിരുന്നു പണ്ട് ഈ അടൂർ ഭവാനി, അതുപോലെ കവിയൂർ പൊന്നമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ സ്ഥലനാമകരണം ചേർത്ത് സ്വഭാവം. പക്ഷെ ചേച്ചി ഒരു സ്വഭാവ നടി ആയിരുന്നില്ല. ചേച്ചി കോമഡി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചേച്ചി കോമഡി കൈകാര്യം ചെയ്യുന്ന പോലെ മറ്റാരും ചെയ്യാത്ത രീതിയിലുള്ള ഞാൻ അതുകൊണ്ടാണ് ഇൻട്രോയിൽ തന്നെ പറഞ്ഞത്, എന്താ തന്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ട്. സ്വഭാവ നടി ആയിരുന്നോ അറിയില്ല എനിക്ക്. അടൂർ ഭവാനി ചേച്ചി എല്ലാം ചെയ്തിട്ട് എല്ലാ ടൈപ്പ് കഥാപാത്രങ്ങളും ചെയ്യുമായിരുന്നു. എങ്കിലും എനിക്ക് തോന്നുന്നു അവസാന നിമിഷമൊക്കെ ഇപ്പം സ്വഭാവ നടിയായിട്ട് തന്നെയല്ലേ പൊക്കോണ്ടിരുന്നത്. ആയിരുന്നു. കവിയൂർ പൊന്നമ്മ പിന്നെ പറയണ്ടല്ലോ. ചേച്ചി പിന്നെ ശരിക്കും അത് തന്നെയാണ്. അപ്പോൾ ചേച്ചി, ഇപ്പം നമ്മുടെ പ്രസന്റ് കണ്ടീഷനിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അമ്മയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയം. കുറച്ചു പേർ പറയുന്നു അമ്മ എന്ന് പറയണ്ട, AMMA അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അമ്മ എന്ന് പറയണം, കാരണം ഈ അമ്മ എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു വാക്കിന് ചേരുന്ന പ്രവർത്തനങ്ങളല്ല അതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് വാദിക്കുന്ന ഒരു മറുപക്ഷമുണ്ട്. അത്തരത്തിൽ അമ്മയിൽ ഈ ചീഞ്ഞു നാറുന്ന ഈ വിഷയങ്ങളെ ചേച്ചി എങ്ങനെയാണ് നോക്കുകയാണ്? അമ്മയുടെ മെമ്പറല്ലേ? അമ്മയുടെ മെമ്പറാണ്. എനിക്ക് എല്ലാ മാസവും 5000 രൂപ 1-ാം തീയതി. അപ്പൊ നാളെ 1-ാം തീയതിയാണ്, നാളെ ഞായറാഴ്ചയാണെങ്കിൽ ഇന്ന് വരും. ഇന്നിപ്പം മുടക്ക് ദിവസമാണ്, ബാങ്ക് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഇന്നലെ വരും. 3 ദിവസവും 3-4 ദിവസം അടുപ്പിച്ച് വല്ല ഓണം അങ്ങനെയുള്ള ഇതിനൊക്കെ 3-4 ദിവസം അടുപ്പിച്ച് മുടക്ക് വരുവാണെങ്കിൽ അതിൻ്റെ മുമ്പേ ഉണ്ടാവും.
ഒരു ഈ 5000 രൂപ. കൃത്യമായിട്ട് പക്ഷേ ചെയ്യുന്നു. അമ്മയിൽ തന്നെ ഒരു അതിനെന്താണ് പേര്? കൈനീട്ടം. കൈനീട്ടം കൈനീട്ടം. പക്ഷെ അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഓടും കൂലിയും സമമാണ് എന്ന് പറയും. ഉം. പക്ഷേ അതിൽ അത് ഞാൻ മനസ്സിലായില്ല ചേച്ചി. ഓടും അതായത് ഇപ്പൊ ഇവിടുത്തെ ഒരു ഭാഷയായിരിക്കും. ഒരു കിണ്ടി ഓട് കൊണ്ട് ഇപ്പോൾ നമ്മളൊരു ഇതിപ്പോൾ ഒരു കിണ്ടിയാണ്. ഇത് പണിയാൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഓടിന്റെ വില 16 രൂപയാണെന്ന് വിചാരിക്കേ, അതിന്റെ കൂലിയും 16 രൂപയാണ്. ആ ഓടിന്റെ വില എത്രയാണോ അത്ര തന്നെ കൂലിയും കൊടുക്കണം. കൂലിയും കൊടുക്കണം. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നാളേക്ക് വലിയൊരു പ്രശ്നമായി തീരും. പക്ഷെ എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ ഇവരോട് എല്ലാവരോടും പറയാൻ, ആ സംഘടന പൊളിക്കരുത്, ആ സംഘടന നിലനിർത്തണം. ഞാനൊക്കെ അത് മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഈ വീട് എൻ്റെതാണ്, മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഈ ഒരു വീടുണ്ട്, എനിക്ക് യാത്ര ചെയ്യാൻ ഒരു വണ്ടിയുണ്ട്. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം ഇതുണ്ടാവുള്ളൂ. ചിലപ്പോൾ വർക്ക് ഇല്ലാണ്ടാകുമ്പോൾ ഇത് വിറ്റിട്ടേക്കും. അപ്പോഴും നമുക്ക് ഒരു കുടിലെങ്കിലും, ഒരു മുറിയിലെങ്കിലും ഒരു കുടിലെങ്കിലും ഞാൻ വെച്ചിട്ട് ബാക്കിയേ ചെയ്യുള്ളൂ. ഒരു കുടിലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വാങ്ങും. വണ്ടിയും കിണ്ടിയും ഒന്നും വേണ്ട, അതൊന്നും വേണ്ട. പക്ഷേ എന്നെ കഴിഞ്ഞും പരാധീനത ഉള്ളവരുണ്ട്. അവർക്ക് അവരുടെ ഒരു ജീവിത മാർഗമാണിത്. അവർക്ക് നാഴി കഞ്ഞുടി, അതായത് കിടക്കാനൊരു ഇടം, ദണ്ണും തേനും ഒന്നും ദൈവം തന്നില്ലെങ്കിൽ ഈ പൈസ മതി ഞങ്ങൾക്ക് ജീവിക്കാൻ. ഇത് കളയരുത് എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇന്നിപ്പോൾ എല്ലാവരും ഇതിനകത്തുള്ളവരും എല്ലാം ചെറുപ്പക്കാരാണ്, എല്ലാം ചോരത്തിളപ്പുള്ളവരാണ്, ഉള്ളവരും ഇല്ലാത്തവരും തർക്കിക്കുന്നതും തർക്കിക്കാത്തവരും ഒക്കെ. പക്ഷെ എന്ത് ചെയ്താലും ഈ സംഘടന നിലനിർത്തിക്കൊണ്ട് പോകണം, ഇത് പൊളിക്കരുത് എന്നൊരൊറ്റ അപേക്ഷയേ എനിക്കുള്ളൂ. അതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഒറ്റ ഇത് പറയാം, ഞാൻ നീ ഒരാളെ വെട്ടിക്കൊല്ലണി ഞാൻ കാണുകയാണ്, അപ്പം ഞാൻ പറയാം ഇല്ല ആ കുട്ടി വെട്ടിക്കൊല്ലണി ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞാൽ കൊന്നതൊന്നും പ്രശ്നം ഉണ്ടാവൂല, പറഞ്ഞതാണ് വിഷയം, പറഞ്ഞതാണ് പ്രശ്നം. പിന്നെ അത് കണ്ടത് കണ്ടില്ല എന്നാവും, കേട്ടത് കേട്ടില്ല എന്നാവും. എന്തിന് നമ്മൾ ഇതിന് പോണത്? അപ്പോൾ ഒരൊറ്റ അപേക്ഷ ഞാൻ എല്ലാവരോടും പറയണത്, സംഘടന പൊളിക്കരുത്. കാരണം എനിക്കൊക്കെ അന്നം കൊടുക്കുന്ന ഒരു എനിക്ക് ഏക ആശ്രയമാണ്. എന്നെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇത് മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നവർ. ഞാനിത് മാത്രം ലക്ഷ്യം, എനിക്ക് കുട്ടികളില്ല, മക്കളില്ല, ഭർത്താവില്ല, ഒരാങ്ങളുണ്ട്, അവന് മജ്ജയിൽ ക്യാൻസറാണ്. അവൻ എന്നെ നോക്കുക, അവൻ ഒരു പെൺകുട്ടിയുണ്ട്, എൻ്റെ നാത്തൂകാരനാണ്, അവനിന്ന് ജീവനോടുകൂടി ഇരിക്കുന്നുണ്ട്. പിന്നെ അപ്പം എനിക്ക് ഉള്ള ഏക ആശ്രയം ഇതാ. അതുപോലെ എന്നെപ്പോലെ എന്നതിലും പരാധീനത ഉള്ള ആൾക്കാരുണ്ട്. ചേച്ചിക്ക് ഒരു വീടെങ്കിലും ഉണ്ട്, അതുപോലും ഇല്ലാത്ത എത്ര പേര്. അതെ, അതിപ്പോൾ എപ്പോൾ ഉണ്ടാവും എപ്പോൾ പോകുന്നൊന്നും പറയാൻ പറ്റൂല, മനസ്സിലായില്ലേ? ഇന്ന് എനിക്കുണ്ട്, പക്ഷെ ഇന്ന് ഇതില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളെ എല്ലാവരും, ഈ പാവപ്പെട്ട ആരും ഒരു ഇല്ലാത്ത ഞങ്ങളെ ഓർത്തിട്ടെങ്കിലും ഈ സംഘടന നിലനിർത്തുക. എന്ത് അന്തസ്സായിട്ട് പോയിരുന്ന സംഘടനയാണ്. ഒരു കുഴപ്പമില്ലാത്ത സംഘടനയാണ്, ഒരു കുഴപ്പമില്ല, പറഞ്ഞാൽ മതി അല്ലേ? ഒരു കുഴപ്പമില്ല. അല്ല ചേച്ചി, ഞാൻ ചോദിക്കുന്നത് ഈ ഒരുപാട് പേർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഇവർ പറയുന്നത് 200ഓളം പേർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ടെന്നാണ്. അങ്ങനെയാണോ? അത് കൊടുക്കണ്ടോ? ഉണ്ട്, 200ഓളം പേർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ വന്നിട്ടിപ്പം ഞാൻ കുറേ വർഷമായി. എത്ര വർഷമായി ചേച്ചിക്ക് മുടങ്ങാതെ ഈ കൈനീട്ടം കിട്ടും? അല്ല, കിട്ടൽ തുടങ്ങിയതിന് ശേഷം മുടങ്ങിയില്ലല്ലോ, എനിക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതാ ചോദിച്ചത്, ഞാൻ എന്താന്ന് വെച്ചാല് ഒരു എത്ര വർഷമായി കാണും ഇപ്പൊ എനിക്കറിയില്ല. അത് ഒരു 3-4 വർഷമായി കാണും. ആലോ, എന്റെ ദൈവം 10 വർഷം കഴിഞ്ഞു. 10 വർഷമായിട്ട് പിന്നെ എനിക്ക് പിന്നെ ഞാൻ ആദ്യം 1500 രൂപയായിരുന്നു, പിന്നെ 2500 രൂപയായി. ഈ 2500 രൂപയായപ്പം ഞങ്ങൾ ജനറൽ ബോഡിക്ക് പോയപ്പം ഒരു കാല് വയ്യ, അയാൾ വടി കുത്തിയിട്ടാണ്, അയാളൊക്കെ മരിച്ചു പോയിട്ടോ. ഇയാളൊരു പ്രാവശ്യം സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞതാണ്, ഇതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതായത് അമ്മയെക്കുറിച്ച് അയാൾ എല്ലാ കൊല്ലം അയാൾ സ്റ്റേജിൽ കയറി സംസാരിക്കും. അയാൾക്ക് ഈ ഒരു ഒറ്റ വരുമാനമേ ഉള്ളൂ, ഈ 2500 രൂപ. അയാളായപ്പോൾ എത്രയോ വളരെ കുറവായിരുന്നു, അതിന് 2500 രൂപ വരേക്കും അയാൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അയാൾ വരാണ്ടായപ്പോൾ അയാൾ മരിച്ചിട്ടാണെങ്കിൽ അയാൾ വരാണ്ടിരിക്കില്ല. അപ്പം അയാൾ പറഞ്ഞു, ഇത് എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇതൊന്നും വേറെ ഒരു ഇതുമല്ല, ഉള്ള കാര്യമാണ് പറയണത്, മനസ്സിലായില്ലേ? അത്തരത്തിൽ ഒരുപാട് പേർക്ക് ആഹാരം കഴിക്കാനുള്ള അവസരം കൊടുക്കുന്ന ഒരു സംഘടനയാണ് ഇവർ. ഈ യാതൊരു കുളം കലക്കി നശിപ്പിക്കും. അത് മാത്രമല്ല പല കാര്യങ്ങളും. കാരണം എന്താന്ന് വെച്ചാൽ ഇൻഷുറൻസ് അവര് കൊടുക്കുന്നുണ്ട്, അടയ്ക്കുന്നുണ്ട്.
അപ്പൊ അവരതൊക്കെ ചെയ്യുന്നത് നന്മ എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കല്ലേ വേണ്ടത്. അവിടെ എന്തിനാ വലിപ്പച്ചെറുപ്പം കാണിച്ച് ഈ തമ്മത്തെല്ലാം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? അല്ല, ഞാൻ ചോദിക്കുന്നത് ചേച്ചി, ഈ പുരുഷ മേധാവിത്വം ഉള്ള ഒരു സംഘടന എന്നുള്ളൊരു പേര് അമ്മയ്ക്ക് ഒരു ഇടക്കാലം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? ഒരു പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ ഒരു പുരുഷ മേൽക്കോയ്മ നിലനിൽക്കുന്ന ഒരു സംഘടനയാണെന്ന്. പുരുഷന്മാരായിരുന്നല്ലോ ആദ്യം ഉണ്ടായിരുന്നത്. ആയിരുന്നു. ഇപ്പോഴും പിന്നെ അതെ, ഇൻഡിപെൻഡന്റ് അടിപൊളിയായിട്ട് ആയിരുന്നു. അതെ നടക്കുകയും അതെ ചെയ്തിരുന്നില്ലേ? അതെ. എന്നിട്ട് പുരുഷന്മാർക്ക് എന്ത് കുറ്റം? പുരുഷന്മാർ എന്ത് ചെയ്തിട്ടാണ് സംഘടന പൊളിഞ്ഞത്? അതെ പുരുഷന്മാരെന്തെങ്കിലും ചെയ്യാൻ പോയോ? അതെ 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 ഇപ്പൊ പുരുഷന്മാർ എത്രയുള്ളത്? അതെ അതെ അതെ. വളരെ കുറവല്ലേ? എന്തിനാണ് ഒരാളെ മേലേക്ക് കുറ്റം ചേരുന്നത്? എന്തിനാ? അതിൽ ആരൊക്കെ ചേച്ചിയുടെ ഒരു അതായത് ചേച്ചി വ്യക്തമായ നിലപാട് പറയുന്ന ഒരു സ്ത്രീയാണ്. കൃത്യമായിട്ട് വ്യക്തമായ നിലപാടുകൾ ചേച്ചി, ഞാൻ പല ഇന്റർവ്യൂവിലും കണ്ടിട്ടുണ്ട്. ചേച്ചി തുറന്നടിച്ച് സംസാരിക്കാൻ ചേച്ചിക്കാരെയും കൂസുകയോ അല്ലെങ്കിൽ ചേച്ചിക്കാരെയും പേടിയോ ഭയമോ ഉള്ള ആളല്ല. കൃത്യമായ നിലപാടുകൾ പറയുന്നുള്ള. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ആയിട്ടാണ് ചേച്ചി? പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ വേറെ എന്ത് കാര്യം ചോദിച്ചാലും ഞാൻ തുറന്നടിച്ചു പറയും. ഈ പറഞ്ഞത് സത്യമാണ്. എനിക്ക് ആരെയും പേടിയില്ല. ഞാൻ അധ്വാനിച്ചാണ് ഞാൻ ജീവിക്കണത്. പക്ഷെ അമ്മ സംഘടനയെ കുറിച്ച് പറയാൻ പറ്റില്ല. അല്ല, അമ്മ സംഘടനയെ കുറിച്ചല്ല, അല്ല, സംഘടനയിലെ കുറച്ച് പുഴുക്കുത്തുകളാണല്ലോ ഈ സംഘടനയിലെ പുഴുക്കുത്തിനെ കുറിച്ചും പറയാൻ പറ്റില്ല. ഇതിൽ ആര് തെറ്റ് ആര് ശരിയെന്നും പറയാൻ പറ്റില്ല. എന്നാ പിന്നെ നാളെ ഒക്കെ കൂടി എന്റെ തലയിലേക്കാവും. എന്റെ പൊന്നുമോനെ എങ്ങനെ ജീവിച്ചു പൊക്കോട്ടെ. അതുണ്ട്. കാര്യം എന്താന്ന് വെച്ചാലേ, ശരിയായ ചോദ്യമാണ് ചോദിക്കണമെങ്കിൽ നമുക്ക് ഉത്തരം പറയാം. ശരിയായ ചോദ്യമല്ല ചോദിക്കുക. നമ്മളിപ്പോ അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ, അതായത് ചേച്ചിക്ക് പലതും പറയാനുണ്ട്, എനിക്ക് പലതും പറയാനുണ്ട്, പക്ഷെ മൂടി വെച്ചിരിക്കുക. പലതും പറയാനുണ്ട്, പലതും. ഇത്രയും വർഷം കൊണ്ട് ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. അതെ അതെ അതെ. 33 വർഷമായിട്ട് മേഖലയിൽ നിൽക്കുന്നു. ഒരു 10-25 വർഷമായിട്ട് ഈ അമ്മയിൽ മെമ്പറും. അതെ, മത്തം കുഴിച്ചിട്ടാ മത്തനെ മുളയ്ക്കുള്ളൂ, കുമ്പളം മുളയ്ക്കൂല. അപ്പൊ അതാ മത്തം കുഴിച്ചിട്ടാ മത്തനെ മുളയ്ക്കുള്ളൂ എന്ന് എനിക്കറിയാം. വേറുള്ളവർ പറയും അല്ല മത്തം കുഴിച്ചിട്ടാ കുമ്പളം മുളയ്ക്കുന്നു. പക്ഷേ ഞാൻ അംഗീകരിച്ചും കൊടുക്കൂല. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടണില്ല. കാരണം ഒറ്റ ആവശ്യമുള്ളൂ. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ പക്ഷേ മമ്മൂക്ക ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു 10 രൂപയാക്കണമെന്ന്. ഒരു മീറ്റിങ്ങിൽ ജനറൽ ബോഡിക്ക് 10,000 രൂപ ആക്കണമെന്ന് പറഞ്ഞായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ വളരെ സന്തോഷിച്ചു. കാരണം സുഖമായില്ലേ, അപ്പോൾ വേറെ ഒന്നുമില്ലെങ്കിലും ജീവിക്കാലോ. എനിക്കൊന്നും ഒന്നുമില്ല കുട്ടികളെ, എനിക്കൊന്നും ഭർത്താവില്ല, മക്കളില്ല, ആരുമില്ല. എൻ്റെ അവസ്ഥ ഏതാണ്? കാരണം മറ്റൊരാളെ മുന്നിൽ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, മറ്റൊരാളെ മുന്നിൽ കൈ നീട്ടാൻ പാടില്ല. ഒരാൾ മുന്നിലും കൈ നീട്ടാതെ എന്ന് കിടന്നുറങ്ങിയ നാളെ അഭിമാനത്തോടു കൂടി ഇന്ന് വരെ നമ്മളത് നിലനിർത്തി പോകുന്നുണ്ട്. നാളെയും അതുപോലെ തന്നെ പോകണം. അത്ര ഒരു ആഗ്രഹമേ ഉള്ളൂ. ആരോ എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഒരു ഇതുണ്ട്, ഒരു എന്താ പറയാ, വേണ്ട വേണ്ട ഇല്ല അല്ല വേണ്ട. കാരണം എന്താണെന്നറിയോ, വേണ്ട. അത് എനിക്ക് ഞാൻ തന്നെ ഭാര്യയാവണില്ല. അതാ നല്ലത്. ചേച്ചി പറയേണ്ട കാര്യങ്ങൾ മാത്രം. പക്ഷെ ചേച്ചി നിലപാടൊന്നും ആരും പണയം വെക്കരുത് കേട്ടോ. ആരെങ്കിലും പേടിച്ചുകൊണ്ട് ചേച്ചി സംസാരിക്കാതിരിക്കുമ്പോ, ഇതിപ്പോ ഒരു ഇതാണ്. ഇതിപ്പോ അങ്ങനെ പറഞ്ഞ് പല സ്ഥലത്തും എത്തും. അതിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നേരിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ നേരിട്ട് ഞാൻ പറയാം. അതെനിക്ക് ഒരു ക്യാമറ ഓണാക്കി വെച്ചത് കൊണ്ട് മാത്രം ജനങ്ങളിലേക്ക് എത്തുന്നതായതുകൊണ്ട് ചേച്ചി ഒന്ന് സംയമനം പാലിക്കുന്നു. അത് അത്രേ ഉള്ളൂ. കാരണം ആ സംഘടന നശിച്ചു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അത് നിലനിൽക്കണം എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അല്ല, സംഘടനയിൽ നേതൃമാറ്റം വരണം എന്ന് ചേച്ചി ആഗ്രഹിക്കുന്നില്ലേ? എന്തോ നേതൃമാറ്റം, ഇപ്പോൾ ഉള്ള നേതൃത്വം മാറി വേറൊരു നേതൃത്വം വരണമെന്ന് ചേച്ചി ആഗ്രഹിക്കുന്നുണ്ടോ? അതൊക്കെ എല്ലാവരും ഇഷ്ടം പോലെ. ഞാൻ അതിലേക്ക് ഒന്നും പറയാൻ ആളല്ല. എന്നിട്ട് അത് ഞാൻ പറഞ്ഞിട്ട് വേണം. കുളപ്പുള്ളി ലീല പറഞ്ഞു നേതൃത്വം മാറണമെന്ന് പറഞ്ഞു. കുളപ്പുള്ളി ലീലയ്ക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചു. കുളപ്പുള്ളി ലീല നിറവിൽ കയറാന്. കുളപ്പുള്ളി ലീല ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വളരെ ഇതായിട്ട് പോകും. ചേച്ചിക്ക് നേതൃത്വം മാറിയാക്കൊള്ളാന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മൗനം സമ്മതം അങ്ങനെയാണോ? അല്ല, അത് നമ്മള് പറയുന്നില്ല. പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ പറയണില്ല. വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. പറയേണ്ട സാഹചര്യം എന്നാ പറയും. പറയേണ്ട സാഹചര്യം വരാതിരിക്കട്ടെ. മര്യാദയ്ക്ക് മുന്നോട്ട് പോലും ചേച്ചി, ഈ ശ്വേതാ മേനോൻ അൻസിബ അല്ലെങ്കിൽ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന നമ്മുടെ അമ്മയുടെ പ്രസിഡന്റിന്റെ പ്രവർത്തനത്തെ ചേച്ചി എങ്ങനെ നോക്കി കാണുന്നത്? ഞാൻ അമ്മയെ കുറിച്ച് ഒന്നും നിങ്ങളോട് പറയാൻ ഇപ്പൊ താല്പര്യപ്പെടുന്നില്ല. ചേച്ചി എന്തോരം കുത്തിയാലും ചേച്ചി അത് പറയല്ല. അത് ഇല്ല. അവനവന്റെ പല്ല് കുത്തി ആർക്കാനും നാറ്റിക്കാൻ കൊടുക്കുന്നത് ശരിയല്ല. അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൊത്തം നിലനിൽപ്പാണ്. ഞങ്ങളുടെ മൊത്തം ആത്മാവാണത്. മനസ്സിലായില്ലേ? അതിനെ കളങ്കപ്പെടുത്താൻ ഇപ്പൊ കളങ്കപ്പെട്ടിട്ടില്ല. അത് വേറെ സത്യം. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. കളങ്കപ്പെട്ടിട്ടില്ല. ഞാൻ ഉത്തരവാദിയല്ല. പക്ഷെ എന്റെ കയ്യിൽ നിന്നൊരു വാക്ക് വന്നിട്ട് ഒരിക്കൽ ഞാൻ എന്റെ പല്ല് കുത്തി കാഞ്ഞ് ഇയാൾക്ക് നാറ്റിക്കാൻ തന്റെ കാര്യമില്ലല്ലോ. എന്നാ മോനെ ഈ ഒന്ന് മണത്ത് നോക്കുമെന്ന് പറയാന്. ആ കുത്തി ഞാൻ തന്നെ മണത്തോണ്ടിരുന്നാ പോരെ.
അതെ കറക്റ്റ് അല്ലേ? ചേച്ചി അപ്പൊ നിലപാട് അതിൻ്റെ അകത്ത് ചേച്ചി ഒന്ന് നിലപാടൊന്ന് തൽക്കാലം വേണ്ട എന്നതിന് അടച്ച അധ്യായം പോലെ ചേച്ചി വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ചേച്ചി എങ്കിൽ പോലും ഒരൊറ്റ ചോദ്യം, അതിന് ചേച്ചിക്ക് ധൈര്യമായിട്ട് ഉത്തരം പറയാം. ഇനി ഒരു നേതൃമാറ്റം വന്നാൽ ആര് പ്രസിഡന്റ് ആയിട്ട് അമ്മയിൽ വരണമെന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്? യുവാക്കൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്? യുവാക്കൾ വന്നിട്ടൊന്നും കാര്യമില്ല, യുവാക്കളായതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പൊ നേരത്തെ മമ്മൂട്ടി, മോഹൻലാൽ, ഇന്നസെന്റ് ഒക്കെ യുവാക്കളായിരുന്നു. എന്ത് ഡീസന്റ് ആയിട്ടാണ് അമ്മ സംഘടന പോയത്. എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടായി? ഒരു കല്ലുകടിയില്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ തന്നെ ആർക്കും തെരഞ്ഞെടുപ്പ് വേണ്ട, അവരെ തന്നെ എത്ര വർഷങ്ങളാണ് നിന്നത്. യുവാക്കളായതുകൊണ്ട് കാര്യമൊന്നുമല്ല. എന്തിനും ഒരു മര്യാദ വേണം, എന്തിനും ഒരു നേതൃത്വം വേണം, നേതൃഗുണം വേണം, അതിനൊരു ഗുണം വേണം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇത് നമുക്കൊന്നും പറയാനാവില്ല. നമ്മള് എങ്കിൽ പോലും ഈ ഒരു 3 പേര് പറയുവാണെങ്കിൽ ചേച്ചി അതിൻ്റെ ഒരാളെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത്? അല്ല, അത് പറയാം ചേച്ചി, അത് ഒരു തമാശ കൊച്ചിനായിട്ട് എടുത്താൽ മതി. ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, ഈ 3 പേരില് ഒരാള് ഈ 3 പേരില് അങ്ങനെ പറഞ്ഞു നോക്കുമ്പോ വേണമെങ്കിൽ പൃഥ്വിരാജാണ് വരേണ്ടത്. കാരണം പൃഥ്വിരാജിന് ആരെയും പേടിയില്ല, ആരും പേടിയില്ല കേട്ടോ. അപ്പൊ കുഞ്ചാക്കോവനെ മറ്റുള്ളവരെ ഒന്നും പേടിയില്ല. പക്ഷെ പൃഥ്വിരാജ് എന്ത് വന്നാലും അല്ലെങ്കിൽ പൃഥ്വിരാജ് തള്ളി പൊളിച്ചങ്ങ് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടർ മാത്രമല്ല, എനിക്ക് ഞാൻ ആക്ടിനെ കുറിച്ച് മറ്റൊന്നുമല്ല പറഞ്ഞത്, അവന്റെ വ്യക്തിപരമായിട്ടുള്ള അവന്റെ സ്വഭാവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാര്യങ്ങൾ പറയും. അവനിപ്പോ ആരെന്ത് പറഞ്ഞാലും അവനോട്ട് പ്രശ്നമല്ല, അതൊന്നും അവൻ കണക്കാക്കില്ല. അതൊരു നിലപാടിന്റെ ഒരു കർക്കശ്യ മനോഭാവമുള്ള ഒരാൾ വരികയാണെങ്കിൽ. ഇപ്പൊ നാള് ആരോ ഒരു ഞാൻ യൂട്യൂബിൽ കണ്ടു, ധ്യാൻ ശ്രീനിവാസൻ, യൂട്യൂബിലുള്ളതാ, കറക്റ്റാണ്. ആരായാലും ആ സെലക്ഷൻ കറക്റ്റാണ്. പക്ഷെ നമ്മൾ ഇവരാരും പോരാന്നുള്ളത് ആരെയും കുറ്റം പറയുന്നതല്ല, പക്ഷെ ഇവരുടെയൊക്കെ സമ്മത് വെച്ച് നോക്കുന്ന സമയത്ത് കറക്റ്റാണ്. ഏറ്റവും നല്ലത് പൃഥ്വിരാജ് ആകണമെന്നുള്ളതാണ് ചേച്ചിയുടെയൊക്കെ ആഗ്രഹം. അതോ ഇനി ലാലേട്ടൻ തന്നെ തിരിച്ചു വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? അതിന് യാതൊരു സംശയമില്ലല്ലോ. ലാലുക്ക, മമ്മൂക്ക, ലാലുക്കേ അടിപൊളി, പൊന്നാര കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ലാലുക്ക, മമ്മൂക്ക നന്നായി. ഇന്നച്ചൻ പിന്നെ മരിച്ചുപോയി. ലാലും മമ്മൂക്കി വന്നു, ലാലുക്കയും മമ്മൂക്കിയും തന്നെ വരണം. അവര് വരണം. ചേച്ചിയായിട്ട് പുതിയൊരു നാമകരണം കൊടുത്തിട്ടുണ്ട്, ലാലുക്ക. അത് കൊള്ളാം. അപ്പൊ അങ്ങനെ അവര് വന്നാലും ചേച്ചിയൊക്കെ സംതൃപ്തിയാണ്. ഇന്ന ആള് എപ്പോഴും വേണം, നേതൃത്വത്തിന് ഒരു പുരുഷൻ വേണം, തലപ്പത്തൊരു പുരുഷൻ തന്നെ വേണം. ഇപ്പൊ പണ്ട് കുറെ ആൾക്കാർ പറഞ്ഞായിരുന്നു ആണിനൊക്കെ തുല്യ അവകാശം പെണ്ണിന് കൊടുക്കണമെന്ന്. അതിപ്പോഴും ഉണ്ട്, ഞാൻ അതിനും എതിരാണ്. ഒരിക്കലും ഒരു പുരുഷന്റെ തുല്യ അവകാശം ഒരു സ്ത്രീക്കാവാൻ പറ്റില്ല. ഇല്ല. ഇപ്പോൾ ഞാൻ മഹിളാ സമാജത്തിലെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു, ഞാൻ രാജിയൊക്കെ വെച്ച് കൊടുത്തത്. പക്ഷെ അന്ന് 2 ചോദ്യം ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അതിലൊരു ചോദ്യം ഇപ്പം ഞാൻ ചോദിക്കണില്ല. അപ്പം ഞാൻ പറയണത് പുരുഷന്റെ തുല്യ അവകാശം വേണമെന്നാണ് പറയുന്നത്. ഞാനൊരു സ്ത്രീയാണ്, ശരിയാണ്, സമ്മതിച്ചു. മുഖത്ത് മീശ മുളച്ചവരാണ് പുരുഷന്മാർ, ആണോ? തല്ലുകൊടുമ്പോൾ എന്താ പറയുക, നിനക്ക് മുഖത്ത് മീശ മുളച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി വാടാങ്ങോട്ട് എന്നാണ് പറയണത്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു രോമം വരുമ്പോൾ എന്തിനാ ഇത് കളയാൻ നടക്കുന്നത്? ബ്യൂട്ടീഷ്യനും അവിടെ ഇവിടെ പോണോ? ആണിന്റെ തുല്യ അവകാശമല്ലേ, അപ്പൊ ഇതിനെ കളയാൻ നടക്കരുത്. ഒരിക്കലും പുരുഷന് തുല്യം ഒരു സ്ത്രീ ആവില്ല എന്ന് കരുതി പുരുഷന്റെ അടിമയല്ല സ്ത്രീ. പുരുഷന്റെ അടിമയല്ല, പുരുഷൻ, സ്ത്രീ. ഒരു സ്റ്റെപ്പ് എപ്പോഴും താഴെ. അതായത് കറക്റ്റ് എന്താണെന്നറിയോ, പുരുഷൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആഞ്ഞു ശ്രമിച്ചാലും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ സ്ത്രീകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ പുരുഷന് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ എന്താ പറയാ, നേതൃത്വ പാടവം എന്ന് പറയുന്നതൊക്കെ പുരുഷൻ ചെയ്യില്ലോ എന്നുള്ളതല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, പണ്ട് മരം കയറ്റം ഇത് പറഞ്ഞാണ് പെണ്ണുങ്ങൾ വെല്ലുവിളിച്ചായിരുന്നു. എന്നിട്ട് തെങ്ങുമ്മിലൊക്കെ കയറാൻ എന്തോ മറ്റേ എന്തോ വെച്ച് കെട്ടിയിട്ടൊക്കെ അവര് കയറുന്നുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി അതുപോലെ അങ്ങനെ ഈ ചേച്ചി ഈ ഒരു ടോപ്പിക് എടുത്ത് ഇട്ടതുകൊണ്ട് നമ്മൾ ചോദിക്കാതെ പോകുന്നത് ശരിയല്ല. ഇപ്പം വനിതാ കമ്മീഷൻ ഓൾറെഡി നമുക്കുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ ഒരു പക്ഷം ബാധിക്കുന്ന മറ്റൊരു കമ്മീഷനാണ് പുരുഷ. അത് വേണമല്ലോ, വേണം, എപ്പോഴും വേണം. ഞാനത് നിർബന്ധം പറയണ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വേണം അവകാശം. പുരുഷന്മാരുടെ കാര്യങ്ങൾ പറയാൻ പുരുഷന്മാർക്ക് വേണ്ടേ, അത് വേണം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ എന്താ, അതായത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റുന്ന കുറച്ച് വിഷയങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം, അല്ലെങ്കിൽ മറ്റ് പല വിഷയങ്ങളും. പുരുഷന്മാർക്ക് അത് വേണം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരു പുരുഷനെ
എന്താ പറയേണ്ടത്, ഒരു കുറ്റക്കാരനാക്കി മുദ്ര കുത്താൻ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ സ്ത്രീക്ക് പറ്റുന്നവരാണ് ലൈംഗികാരോപണം. വളരെ സിമ്പിളായിട്ട് ഒരു ഒരു പുരുഷനെ താറടിച്ച് കാണിക്കാൻ വളരെ സിമ്പിളായിട്ട് വളരെ സാധിക്കും. സിമ്പിളാണ്. തെറ്റ് ചെയ്യുന്നവരുണ്ട്, ഞാൻ അങ്ങനെയല്ല പറയുന്നത്, ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ ഒരു പുരുഷനോട് ദേഷ്യം അല്ലെങ്കിൽ ഒരു പക ഉണ്ടായാൽ ഒരു സ്ത്രീക്ക് വളരെ സിമ്പിളായിട്ട് അവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അവന്റെ ഫോട്ടോയും പടവും ചിത്രവും കാര്യങ്ങളെല്ലാം അടുത്ത ദിനപത്രത്തിൽ വരും, മാധ്യമങ്ങളിൽ വരും, നവമാധ്യമങ്ങളിൽ വരും. അവൻ മൊത്തത്തിൽ അവൻ താറുമാറായി അവന്റെ ജീവിതം. ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തില്ലേ? അങ്ങനെ ആത്മഹത്യ ചെയ്തു. അതിന്റെ ശേഷമാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ സ്വയം തന്നെ പറഞ്ഞതാണ്. അത് ശിവജിത കേസാ പറയുന്നത്. അതായത് ബസ്സില് ഏതോ നിക്കറില്ല, ബസ്സിന് എന്തോ ആക്കിയെന്ന് പറഞ്ഞു ആ ചെറുക്കൻ ആത്മഹത്യ ചെയ്തു. അതെ അതെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. മഹാപ്രയാക്ക് അതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. മനസ്സിലായില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ശരിക്കും പുരുഷന്മാർക്കും എതിരിടാൻ പുരുഷന്മാർ വേണം. അതൊക്കെ വേണം. പിന്നെ ന്യായം എന്ന് പറഞ്ഞത് എല്ലാവർക്കും വേണം. അതെ, ഈ തുല്യത പറഞ്ഞിട്ട് അവിടെ മാത്രം തുല്യത ഇല്ലാത്ത എന്താ? അങ്ങനത്തെ ചോദ്യം. ഇക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലായിടത്തും വേണമല്ലോ. എല്ലായിടത്തും വേണം. അത് അവിടെ ഇല്ലല്ലോ. ഈ ചേച്ചി പ്രിയദർശിനി ബസ്സിലെ ഈ സൗജന്യ യാത്രയോട് ചേച്ചിയുടെ എന്താ നിലപാട്? അതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ആൾക്കാർ തല്ലി കൊല്ലും. ഞാൻ അതുകൊണ്ട് പറയണില്ല. കാര്യം അല്ല ഞാൻ പറയുന്നത് വേറൊന്നല്ല. അതല്ല ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഫ്രീ ആവശ്യമാണ്, പക്ഷെ അത് എല്ലാവർക്കും കണ്ണടച്ച് ഫ്രീ കൊടുക്കരുത്. സാമ്പത്തികം നോക്കി കൊടുക്കണം. ഇപ്പൊ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർക്കും ഫ്രീ. അപ്പൊ ഞാൻ ഈ പാവപ്പെട്ട ആണുങ്ങളുണ്ടല്ലോ, അല്ല അപ്പൊ ഈ പാവപ്പെട്ട ഒരു നിവൃത്തിയില്ലാത്ത ആണുങ്ങളുണ്ടല്ലോ, അപ്പൊ അത് ആണുങ്ങൾക്കും കൊടുക്കണ്ടേ, പുരുഷന്മാർക്കും കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ വരുമാനം നോക്കി കൊടുക്കുക. ഇതിപ്പോ എല്ലാ സംഭവങ്ങളും വരുമാനം നോക്കിയാണല്ലോ കൊടുക്കുന്നത്. റേഷൻ കാർഡ് വരുമാനം നോക്കിയാണ്, മറ്റുള്ളത് വരുമാനം നോക്കിയാണ്. ഈ റേഷൻ കാർഡ് കൊടുക്കുന്നതിലും തെറ്റുണ്ട്. ഒരു നിവൃത്തിയില്ലാത്ത ഏതോ ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ ഈ വീടുണ്ടാക്കിയ സമയത്ത് എനിക്ക് വർക്കുണ്ട്. ഇത് കഴിഞ്ഞ് എനിക്ക് ഏജായി വരികയാണ്. എനിക്ക് കുറച്ച് കാലങ്ങൾ കൂടി കഴിഞ്ഞു, ഒരു നിവൃത്തിയില്ല. അപ്പോൾ ടെറസ് വീടാണെന്ന് പറഞ്ഞാൽ എനിക്ക് അരി 16-18 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എടുത്ത് കൊടുക്കും. അപ്പം നമ്മളുള്ള സമയത്ത് ഒരു വണ്ടി മേടിച്ചിട്ടു. ആ വണ്ടി പിന്നെ കൊടുത്താലും പൈസ കിട്ടൂല, ഒന്നുമില്ല. ശരി, അത് ആരെങ്കിലും ഒരു ആസ്പത്രി പോകാൻ ആരെങ്കിലും മക്കൾ എന്തെങ്കിലും ദൈവം വിചാരിച്ചൊന്ന് ഉരുട്ടി ആസ്പത്രി കൊണ്ടാക്കിയിടും. അതിനും ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ. അപ്പം വരുമാനം നോക്കി ചെയ്യുക നല്ല കാര്യമാണ്. ഞാൻ ഒരിക്കലും ഇത് തെറ്റ് പറയില്ല. കാരണം തുച്ഛമായിട്ട് ഇപ്പം ശമ്പളം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ശമ്പളം വളരെ കുറഞ്ഞ പൈസ ഉണ്ട്. ബസ്സിന്റെ പൈസയാണെങ്കിൽ കൂടുതൽ കൂടി വരിക ദിവസത്തിൽ. അപ്പം ഈ ശമ്പളം കിട്ടുന്നത് ഈ ബസ്സിന് പൈസ കൊടുത്താൽ പിന്നെ വീട്ടിൽ അരി മേടിക്കാൻ പൈസ ഇല്ല. മനസ്സിലായില്ലേ? ലക്ഷങ്ങൾ വാങ്ങുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്ക് ഇപ്പം ഞാൻ പറയാം, എനിക്കിപ്പം ഫ്രീ വേണമെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ഫ്രീ തന്നാലും ഞാൻ വാങ്ങരുത്. അഭിമാനബോധമുണ്ട് ഞാൻ ഫ്രീ തന്നാലും വാങ്ങരുത്. കാരണം ഒരു നിവൃത്തിയില്ലാത്തവർക്ക് കൊടുക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കെടുക്കുക ഒന്നും ശരിയല്ല. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങുന്നവര് കോടികളുള്ളവരാണ്. 5 റൂം ഉണ്ടെങ്കിൽ 10 റൂമിലും AC വെച്ചോണ്ടിരിക്കുന്നവരാണ്. ഞാൻ ഈ കാര്യത്തിലൊക്കെ ഇടപെടാത്ത എന്താ പറയുക, വേഗം ഭ്രാന്ത് വരും. അതെ, അടിച്ച് തമ്പൂറാക്കും. അങ്ങനത്തെ വിഷയമുണ്ട്. എന്റെ മോനെ അങ്ങ് അടിച്ച് തമ്പൂറാക്കി കളഞ്ഞവര്. ഒറ്റ അടി എന്റെ മേ കൊണ്ടില്ല, ഒറ്റ ദേഹത്തോണ്ടില്ല, അവന്റെ പതിരളയും കാണും. അതല്ലേ അത് ഒടുക്കത്തെ ഒരു സീനും. അത് ഞാൻ ഒരുപാട് അത് ഷമ്മി ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞു നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, കൂടെ അഭിനയിച്ച് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു തള്ളിമാനം തന്നെയായിരുന്നു അത്. അപ്പം ചേച്ചി, അതുപോലെ തന്നെ ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മുഖ്യമന്ത്രി, നിങ്ങളുടെ MLA. അതിനൊരു സംശയമില്ല, അങ്ങനെ തന്നെ പറഞ്ഞു. അതെ, നിങ്ങളുടെ MLA, നിങ്ങളുടെ മുഖ്യമന്ത്രി, അങ്ങനെ തന്നെ പറഞ്ഞേക്കാം. VD സതീശൻ സാറുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഓർമ്മകൾ? അല്ലെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് നിങ്ങളുടെ MLA? അല്ല, ഞങ്ങള് മിക്കവാറും ഓരോ സ്റ്റേജിൽ ഉണ്ടാവും. പുള്ളി ചെല്ലുന്ന സ്റ്റേജിലൊക്കെ ഞാനും ഉണ്ടാവും. പക്ഷെ പുള്ളി അങ്ങനത്തെ ഒരു വലിയ ഒരാളാണെന്നുള്ളൊരു ഭാവം പുള്ളി കാണിക്കാറില്ല. എൻ്റെ അമ്മ മരിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ കൂടി ഫോട്ടോ എടുക്കുമ്പോൾ ഇവള് അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന അവളെ പിടിച്ച് വെച്ചും കാഞ്ഞ് ഫോട്ടോ എടുത്ത്. അതുപോലെ തന്നെ ആര് ചെന്നാലും പുള്ളിയോട് സംസാരിക്കാം.
അല്ലാണ്ട് ഞാൻ പണ്ട് വളരെ എന്താ എല്ലാവരുമായിട്ടും ഒരേ എല്ലാവരുമായിട്ടും എല്ലാവരുമായിട്ട് ഞാൻ എയർപോർട്ടിലും പോയിരുന്നു, ഇവിടെയും പോയിരുന്നു. അപ്പം ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണ സീൻ കണ്ടിട്ട് എന്നോട് ഒരുപാട് ആൾക്കാർ വന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു കത്ത് കൊടുക്കാണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു യാതൊരു കണക്ഷനും ഞങ്ങൾ തമ്മിലില്ല. അങ്ങനത്തെ അത് ഇല്ല, ശുപാർശ ഇല്ല. കാരണം അവരുടെ സ്വൈര്യതയിലേക്ക് നമ്മൾ കയറി ചെല്ലാൻ പാടില്ല. മനസ്സിലായി? അവരെത്ര വലിയ ആള്. ഒരു പ്രാവശ്യം ഒരു ഷോർട്ട് ഫിലിമിന് 2 പേർ നിങ്ങളുടെയൊക്കെ പ്രായമുള്ള പിള്ളേരാ, ഇയാൾ തിരി വളർത്താൻ വരും എന്ന് പറഞ്ഞാൽ ഇവർ കാത്തിരിക്കുക. എന്നെയാണ് വിളിച്ചത്. ഞാനും ചെന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ്. അപ്പം അന്ന് എനിക്ക് ഇയാളെ എത്ര വലിയൊരു പരിചയമൊന്നുമില്ല. ഞാനിവിടെ വന്ന ഉടനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ അയാളൊന്നും വരൂല, അയാളൊക്കെ എത്ര വലിയ മനുഷ്യനല്ല വരും എന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉണ്ട് വിയർത്ത് കുളിച്ചിട്ട് പുഴയിൽ നിന്ന് മുങ്ങി കയറി പോലെ മനുഷ്യൻ വരുന്നു. പറയുമ്പോൾ എ സിയിലാണ് വരുന്നതെന്ന് ആലോചിക്കണം. അതിൽ വരുമ്പോൾ അങ്ങനെ വിയർക്കണമെങ്കിൽ അതിൻ്റെ ചൂടെന്താ വന്ന്. പക്ഷെ അയ്യോ സോറി കേട്ടോന്ന് ഈ പിള്ളേരോട്. ഞാനും ഒന്നിങ്ങനെ ചേച്ചി സോറി പറഞ്ഞു. എന്ത് സോറി? പുള്ളി വന്ന് വിളക്ക് കത്തിച്ച് പുള്ളി പോയി ആ കാര്യം. അതുപോലെ ഇവിടെ തൊട്ട് 2-3 വീടിൻ്റെ അപ്പുറത്ത് ഇതുപോലെ വന്ന് ഞങ്ങളധികം പരിചയവും കാര്യം ഒന്നുമില്ല. അങ്ങനെ വന്നിരിക്കും ഇത് എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് ചേട്ടന് പറയും ഞാൻ എൻ്റെ ഇതിൽ ഉള്ളതാണെന്ന് പറയണത് എനിക്ക് അഭിമാനമാണെന്ന് വി.ഡി. സതീശൻ പറഞ്ഞതാണ്. ശരിക്കും സത്യത്തിലൊരു മന്ത്രിയായിട്ടല്ല തോന്നുന്നത്, എൻ്റെ മോനായിട്ടാണ് വി.ഡി. സതീശന് തോന്നുന്നത്. സത്യമായിട്ട് ഒരു അമ്മയുടെ ഒരു തമിഴിലത്തെ ഒരു പാട്ട് കൂട്ടായിരുന്നു വി.ഡി. സതീശൻ എന്നെ ഒരു ചാനലിലിട്ടിട്ടും കണ്ടേന്. ഭയങ്കര പുള്ളി അത് എന്നോട് എയർപോർട്ടിൽ നിന്ന് അതൊക്കെ പാട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ദൈവം എന്നെ ആരെയും തലികൊല്ല ഞാൻ അതിന്ന് പറഞ്ഞേനു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ സംശയം, കേരളം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞേന്. ദൈവം അനുഗ്രഹിച്ച് എന്നെ ആക്കിയത് തന്നെയാ, അതല്ലേ? ദൈവം അനുഗ്രഹിച്ചാക്കിയതാ. കാരണം ഒരുപാട് ഇപ്പൊ ഒരു സംഭവം ഉണ്ട്. അതേ പറഞ്ഞമാതിരി അവർ എൻ്റെ ചേച്ചിക്ക് കുറെ പ്രാവശ്യം വിളിച്ചു പറഞ്ഞു. അത് എന്താണ് സംഭവം സതീശൻ്റെ അടുത്ത് എത്താഞ്ഞിട്ടാണോ എന്താ കാര്യം എന്ന് എനിക്ക് അറിയില്ല. ഈ ടാർ ഉരുക്കണേ ആ സ്ഥലപ്പേര് ഞാൻ മറന്നു. ഈ കൊല്ലത്ത് ഒരു സ്ഥലത്ത് ടാർ ഉരുക്കണ ഇത് ഉണ്ടായി. അപ്പോൾ അവിടെ കുറേ കുട്ടികൾക്കൊക്കെ അപകടങ്ങൾ പറ്റി. അവർ കുറേ പ്രാവശ്യം വന്നു, ഒന്നും ആയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ അവൾ വിളിച്ചെങ്ങാഞ്ഞ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല മോളെ, ഞാനായിട്ട് ഒരു കണക്ഷനും ഇല്ല. നമ്മളെവിടെയെങ്കിലും കാണുമ്പോഴേ അവർക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാര്യം ഒരു പ്രശ്നങ്ങളില്ലെങ്കിൽ അവനത് എന്താ അത് തീരുമാനമാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒന്നുകിൽ പുള്ളിയുടെ അടുത്ത് അത് എത്തിയിട്ടില്ല, ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. പുള്ളി രാവ് പകല് ഉറക്കമൊഴിച്ചിട്ടാണെങ്കിലും ശരി പുള്ളി ഏറ്റ കാര്യങ്ങൾ പുള്ളി ഏറ്റെടുക്കും. പുള്ളി നല്ല ഭരണം ഭരിക്കും, ഒരു സംശയം വേണ്ട. ഞാൻ വിജയന്റെയും രാധാകൃഷ്ണന്റെയും പേരൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇനി ഞാൻ ജനിച്ചു വീണത് അല്ല, ജനിച്ചു വീണത് അരിവാളിലേക്കാണ്. എല്ലാവരും അതെ. ഞാൻ ഒരു വോട്ട് മാറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വി.ഡി. സതീശനേ ഉള്ളൂ. അതൊരു ഇമ്പാക്ട് സാധനമാണ്. അത് പ്രത്യേകിച്ച് നമ്മളൊന്ന് ഹൈലൈറ്റിൽ കൊടുക്കേണ്ടതാണ്. കാരണം എന്താന്ന് വെച്ചാല് അതിന് കാരണം എന്താണെന്നറിയോ? അല്ല വ്യക്തിപരമല്ല അന്ന്. കാരണം ഞാൻ ഇവിടെ ഈ സ്ഥലം എടുത്തിട്ടേ ഉള്ളൂ. ട്രെയിനിൽ പോരാ. ഞാൻ അന്ന് ട്രെയിനിൽ പോരാണ്ട്. ഞാൻ 22 വർഷമായി ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ട്രെയിനിലൊക്കെ വരും. ട്രെയിനിൽ വരുമ്പോൾ കുറേ പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു പെണ്ണ് പറയാ വി.ഡി. സതീശൻ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഞാൻ കള്ളവോട്ട് ചെയ്യാൻ പറ്റിയാ ചെയ്യുമെന്ന്. അപ്പോൾ വേറൊരു ചേച്ചി എന്തെങ്കിലും ഈ പറഞ്ഞ പോലീസുകാർ ഒന്ന് ഇതാക്കൂട്ടോ, നീ വേറെ വേണ്ടാത്ത അല്ല. അപ്പോൾ വേറൊരു ചോദിച്ചു എന്താ പറയാനുള്ള കാര്യം ചെയ്യാളെന്ന് MLA ആണെന്ന്. അപ്പോൾ കുട്ടിക്ക് ക്യാൻസർ വന്നപ്പോൾ ഈ സ്ത്രീയുടെ അപ്പോൾ പല സ്ഥലത്തും വന്ന് നോക്കി. അയാൾ ഈ പറവൂരുകാരത്തി ഒന്നും അല്ല, പല സ്ഥലത്തും വേറെ ഏതോ സ്ഥലത്തെയാണ് കൊണ്ട് ചെന്ന് നോക്കിയപ്പം എവിടുന്നും ഇതായില്ല. ഇയാൾ MLA കോട്ട തിരുവനന്തപുരത്ത് എങ്ങാണ്ടാണ്, അവിടെ എങ്ങാണ്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആരോ പറഞ്ഞു വി.ഡി. സതീശൻ ചെന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഇയാൾ വി.ഡി. സതീശൻ ചെന്ന് ഇവരെ പരിചയപ്പെടുത്തി കൊടുത്ത് അപ്പോഴേക്കപ്പോഴേ ഡോക്ടറെ ഫോൺ ചെയ്ത് ആ ഡോക്ടറെ ഏരിയത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പൈസയും കൊടുത്തു. കുറച്ചങ്ങോട്ട് കുട്ടീനെയും കൊണ്ട് പോയപ്പോൾ പറഞ്ഞ പോലെ പിയനോട് പറഞ്ഞു അവരോട് ഇങ്ങോട്ട് വരാൻ പറയാമെന്ന് പറഞ്ഞു. വി.ഡി. സതീശൻ ഡ്രസ്സും മാറി കുട്ടീനെ കൂട്ടി ഇവർ പോയി ഡോക്ടറെ കാണിച്ച് അവിടുന്ന് കുറച്ച് പൈസ എന്തോ കൊടുത്ത് വിട്ടുന്ന്. പിന്നെ അവർ കള്ളവോട്ടേ ചെയ്യുള്ളൂ. ഇത് എൻ്റെ മനസ്സിൽ കേട്ടപ്പോൾ സത്യം. അത് കഴിഞ്ഞ് എനിക്ക് ഞാൻ പലർക്കും പലതും സഹായിച്ചിട്ട് ഒക്കെ കൂടി എന്നെ മുക്കി. ഈ വീടിന് ജപ്തി വന്നു. വേറെ ആൾക്ക് ലോൺ എടുത്തു കൊടുത്തിട്ട് ഒരു കടയ്ക്ക് വേണ്ടി ലോൺ എടുത്തു. എൻ്റെ അപ്പുറത്ത് അവരിപ്പോൾ അവിടുന്ന് പോയി, അവർ വാടകയ്ക്ക് ആയിരുന്നു. ലോൺ എടുത്തു കൊടുത്ത് അവർ ഇവിടുന്ന് പോയി. അതിന് ഞാനൊരു ദിവസം അപ്പോൾ ജപ്തി വന്നപ്പോൾ ഞാൻ വി.ഡി. സതീശൻ്റെ അടുത്ത് ചെന്ന് അപ്പോൾ പറഞ്ഞു ഇങ്ങനത്തെ കാര്യമൊക്കെ എന്നോട് ഒന്ന് അറിയിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞങ്ങൾ കാണാറും പിടിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. ചെന്നപ്പോഴേക്ക് മാസത്തിലേക്ക് അത് അടവ് ആക്കി തന്നു. മാസത്തിൽ നമ്മൾ കൊടുക്കേണ്ടതൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് പോണത്. അതെന്താ പർച്ചേസിങ് ലോൺ. എനിക്കിതൊക്കെ അറിയോ?
ഞാനിവിടെ പർച്ചേസ് അതുപോലെയൊക്കെ ആര് ചെന്നാലും ശരി ഒരാളെയും പുറത്ത് നിർത്തുക അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ നിൽക്കില്ല വി ഡി സതീശൻ. അത്രയും നല്ലൊരു പൊതുപ്രവർത്തനം കൂടിയാണ്. പൊതുപ്രവർത്തനാണ്. ആര് എന്ത് പറഞ്ഞാലും ശരി. ഇപ്പൊ ഒരു ഇതിൽ കാണില്ല അത് ഭയങ്കര പറയപ്പെടുന്നത് അറിയപ്പെടുന്നത് അടിപൊളിയാണ്. അടിച്ചു കയറി വരും. പിന്നെ അല്ല, ഈ ഒരു മാസം ആയതോളൂ. ഈ ഒരു മാസം ആയപ്പോ തന്നെ അദ്ദേഹത്തിനെതിരെ ഇപ്പൊ സത്യം പറഞ്ഞാൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ഈ ഒരു മാസം കൊണ്ട് നമുക്ക് ഈ ഒരു കേരളത്തിനെ നിന്നിപ്പോ ന്യൂയോർക്ക് ആക്കാൻ പറ്റിയല്ലോ. പക്ഷെ സമയം കൊടുക്ക്. പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഭഗവാനെ അതിനൊന്നും വരാതിരിക്കട്ടെ എന്നുള്ളത്. സത്യമായിട്ട് കാര്യം എന്താ വെച്ചാ മക്കളെ ഒരു മോളുണ്ട്. മോളാണെങ്കിലും നല്ല ഇത് ഞങ്ങൾ അവിടെ രീതിക്ക് തന്നെ ഒരു സംശയവും വേണ്ട. കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു മുഖ്യമന്ത്രി അങ്ങനെ ആവണം. അതാണ് വേണ്ടത്.